ഓവർഡോസ് ആയാലും നമ്മുടെ ബോഡിക്ക് അത് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ ഐപിഎൽ എന്ന് പറയുന്നത് അറിയില്ല എന്താണ് ചെയ്യുന്നത്, ലീഗലാണോ, ഇപ്പോൾ അബോർഷൻ ചെയ്യുന്നത് ലീഗലാണോ, അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ഭയങ്കര സംശയമാണ്. അതിനെപ്പറ്റി എന്താണ് ഡോക്ടർ? എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ട് ഡോക്ടർ? കാരണം പിന്നീടുള്ള ക്യാരിങ്ങിനൊക്കെ അത് എന്തെങ്കിലും. ഇപ്പോൾ IPL കാര്യം ഡോക്ടർ പറഞ്ഞു, ഇതിപ്പോൾ സർവ്വസാധാരണമായിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും, പ്രിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട. പക്ഷേ ഇതിങ്ങനെ നോർമലി ഇപ്പം ഓക്കെ ഇങ്ങനെ സെക്ഷലി ആക്റ്റീവായി പോയി വാങ്ങി കഴിക്കുന്നത്, പക്ഷേ ഇത് ഓവർഡോസ് ആയാലും നമ്മുടെ ബോഡിക്ക് അത് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ IPL എന്ന് പറയുന്നത് നമുക്കൊരു 10 times കൂടുതൽ വളരെ ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ പില്ലാണ്. അതിങ്ങനെ മുട്ടായി കഴിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുള്ളൊരു സാധനമല്ല. അപ്പം നിങ്ങളൊരു റെഗുലറായി ഒരു റെഗുലർ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉള്ള ആളാണെങ്കിൽ യു ഷുഡ് ലുക്ക് ഫോർ അനദർ കോൺട്രസെപ്ഷൻ. അപ്പോൾ അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും എന്ത് കോൺട്രസെപ്ഷൻ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. IPL ഒരിക്കലും ഒരു പരിഹാരമല്ല. ഇപ്പം ഒരു 2-3 മാസത്തിലൊരിക്കലും ഒന്ന് കഴിക്കുന്നത് പോലെയല്ല. IPL കഴിച്ചത് കൊണ്ട് നമുക്ക് 100% പ്രഗ്നൻസി ആവില്ല പറയാൻ പറ്റില്ല. IPL കഴിക്കുന്ന സമയമുണ്ട്, ഫേസ് ഓഫ് ദി സൈക്കിൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. IPLൻ്റെ പ്രൊട്ടക്ഷൻ എത്രത്തോളം കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ IPL കഴിച്ചാലും ചിലപ്പോൾ പ്രഗ്നൻസി ആവാം, ചിലപ്പോൾ പ്രഗ്നൻസി ട്യൂബിൽ പ്രഗ്നൻസി ആകാം. ഈ IPL കഴിച്ചിട്ടുള്ള വിഡ്രോയൽ ബ്ലീഡിങ്ങും ചിലപ്പോൾ നമ്മൾ പ്രഗ്നൻസിയിൽ വരുന്ന ബ്ലീഡിങ്ങും കൂടി നമുക്ക് മനസ്സിലാകാൻ പറ്റാതെ വന്നിട്ട് ട്യൂബൽ റപ്ചറൊക്കെ, ട്യൂബൽ എക്ടോപിക് റപ്ചറായിട്ടൊക്കെ നമുക്ക് പേഷ്യൻസ് വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള വിവരം കുറവായതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് ആലോചിക്കണം. പല കുട്ടികളും വരാറുണ്ട് കേട്ടോ, ഇങ്ങനെ അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ് ഇന്നലെ നടന്നു, മാഡം IPL കഴിക്കാമോ, ഇപ്പോൾ കഴിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് വരും. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു സസ്റ്റൈൻഡ് കോൺട്രസെപ്ഷൻ ഇത് കഴിയുമ്പോൾ നമുക്ക് കണ്ടിന്യൂ കോൺട്രസെപ്ഷൻ വേണമെങ്കിൽ അതനുസരിച്ച് കൗൺസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിച്ചതുകൊണ്ട് അതിനൊരു പരിഹാരം ആവണില്ല. പിന്നെ കുട്ടികൾക്കൊന്നും ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. ഇങ്ങനെ IPL കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അല്ലാണ്ട് ഹോർമോൺ ഗുളിക എങ്ങനെ കഴിക്കും എന്ന് ചോദിക്കുന്നതാണ് മിക്ക ആൾക്കാരും. അപ്പം പൊതുവേ നമുക്ക് കിട്ടുന്ന ഈ ഓറൽ പിൽസ്, കോൺട്രസെപ്റ്റീവ് പിൽസ്, ഗർഭനിരോധന ഗുളികകൾ എന്ന് പറയുന്ന സാധനം പൊതുവേ സേഫാണ്, ലോ ഡോസ് പില്ലാണ്, വലിയ പാർശ്വഫലങ്ങളൊന്നും ഇല്ല. പക്ഷേ ചില ആൾക്കാരിൽ, അതായത് ഭയങ്കര വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ, പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പിന്നെ ചില ആൾക്കാർക്ക് ഈ ത്രോംബോസിസ്, രക്തം കട്ട പിടിക്കാനുള്ള റിസ്ക് കൂടുതലുള്ള ആൾക്കാരാവാം, ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാരാവാം. ഇങ്ങനെയുള്ള ആൾക്കാരിലൊന്നും ഈ ഹോർമോൺ പിൽസ് അത്ര സേഫ് അല്ല. അപ്പോൾ അതൊക്കെ ഒരു ഗൈനക്കോളജിസ്റ്റ് അസസ് ചെയ്തിട്ട് വേണം എന്ത് ടൈപ്പ് ടാബ്ലറ്റ് തരണം എന്നുള്ളത് തീരുമാനിക്കുക. അല്ലാതെ അതും നമ്മൾ വെറുതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്നത് അത്ര ശരിയായ പ്രവണതയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇറഗുലർ പീരീഡ്സ്, PCOD ഒക്കെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ സൈക്കിൾ റെഗുലറൈസ് ചെയ്യാൻ കൊടുക്കുന്ന ഹോർമോൺ ഗുളികകൾ കോൺട്രസെപ്റ്റീവായിട്ടും, അപ്പോൾ 2 രീതിയിൽ അത് ഉപകാരപ്പെടും. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിച്ച് കൺസൾട്ട് ചെയ്താൽ തന്നെ അത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ് ഡോക്ടർ? അഡ്വാൻസ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് നമുക്ക് വന്നേക്കുന്ന വലിയൊരു മാറ്റം, പണ്ട് കോമണായി ഉപയോഗിച്ചിരുന്നത് കോപ്പർട്ടി ആയിരുന്നു. നമ്മൾ ഇൻ്റർ പ്രഗ്നൻസി, ആദ്യത്തെ കുട്ടി കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിക്കുള്ള ഗ്യാപ്പിനിടയിൽ എല്ലാവരും കോപ്പർട്ടി ആയിട്ടിരുന്നത്. പക്ഷേ കോപ്പർട്ടിക്ക് കുറേ പേർക്കും പ്രോബ്ലംസ് ഉണ്ട്. ഈ പറഞ്ഞ ഇറഗുലർ പീരീഡ് ഉള്ളവർ അല്ലെങ്കിൽ ഹെവി പീരീഡ് ഉള്ളവർ, അങ്ങനെയുള്ളവർക്കൊന്നും കോപ്പർട്ടി ഒരു സൂട്ടബിൾ കോൺട്രസെപ്ഷൻ അല്ല. ഭയങ്കര ഹെവി ബ്ലീഡിങ് ഒക്കെ ആയിട്ട് പലർക്കും മാറ്റേണ്ടി വരും. ഇപ്പം നമുക്ക് കോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇനേർട്ട് ഡിവൈസാണ്, അതിൽ ഹോർമോൺ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഹോർമോണുള്ള മെഡിക്കേറ്റഡ് കോയിൽസ് അവൈലബിൾ ആണ്. മിറീന എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അതിൽ ചെറിയ ലെവലിലുള്ള പ്രൊജസ്ട്രോൺ ഹോർമോൺ അതിൽ നിന്ന് ഡെയിലി റിലീസ് ചെയ്യും, യൂട്രസിൻ്റെ ലൈനിങ്ങിനെ കനം കുറച്ച് നിർത്തും. അപ്പോൾ ഈ ഹെവി ബ്ലീഡിങ് ഉള്ളവർക്ക് അതൊരു ട്രീറ്റ്മെൻറ്റുമായി ബ്ലീഡിങ്ങിൻ്റെ അളവ് കുറയും. പിന്നെ ഫൈബ്രോയിഡ്, അഡിനോമയോസിസ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിനുള്ള ചികിത്സയുമായി. അപ്പം അങ്ങനെ അത് കോൺട്രസെപ്ഷൻ മാത്രമല്ല, ഇങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും അത് പ്രൊട്ടക്റ്റീവാണ്. പിന്നെ ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി അപ്പോൾ അമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ഫാമിലിയിൽ യൂട്രസിൻ്റെ ക്യാൻസറിൻ്റെ ഒക്കെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈ മെറീനെ അകത്തിട്ടാൽ യൂട്രസിൻ്റെ അകത്ത് എൻഡോമെട്രിയം എന്ന് പറയുന്ന ക്യാൻസറാണ് ഫാമിലി ഹിസ്റ്ററി ഉള്ളതെങ്കിൽ ഈ എൻഡോമെട്രിയത്തിന് ഇത് കനം കുറച്ച് നിർത്തുന്നത് കാരണം ആ യൂട്രസിൻ്റെ ക്യാൻസർ റിസ്ക്കും മിനിമൈസ് ചെയ്യാണ്. അപ്പം മെറീന ഈസ് കമ്മിങ് അപ്പ് ഇൻ എ ബിഗ് വേ ആസ് എ കോൺട്രസെപ്ഷൻ. പിന്നെ നമുക്ക് പിൽസ് പണ്ടേ ഉള്ളതാണ്, അതിൻ്റെ ലോഡോസ് പിൽസാണ് ഇപ്പോൾ ഉള്ളത്, കുറച്ചുകൂടി പ്രശ്നങ്ങളില്ലാത്ത പില്ലുകളാണ്. പിന്നെ ഇഞ്ചെക്റ്റബിൾസ് ഉണ്ട്, 3 മാസത്തിലൊരിക്കലൊക്കെ എടുക്കാവുന്ന രീതിയിൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. പിന്നെ ഇംപ്ലാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളുടെ നീഡ്സിനനുസരിച്ച് നമുക്ക് കോൺട്രസെപ്ഷൻ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു പെർമനൻറ്റ് മെത്തേഡ് സ്റ്റെറിലൈസേഷനാണ് ആവശ്യമെങ്കിൽ നമുക്ക് കീഹോള് വഴി ട്യൂബിൽ റിങ്ങിട്ട് ട്യൂബ് ഒക്ലൂഷൻ ചെയ്യാം.
ഇപ്പോഴൊക്കെ പലരും മെറീനയൊക്കെ വന്നതിന് ശേഷം പലരും അങ്ങനെ പെർമനൻറ്റ് സ്റ്റെറിലൈസേഷന് പോകാതെ മെറീന കോയിൽ ഒരു തവണയായിട്ട് 5 കൊല്ലം അവിടെ കിടക്കും. 5 കൊല്ലം കഴിയുമ്പോൾ അടുത്ത കോയിലിടുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പലരും മാനേജ് ചെയ്യുന്നത്. പ്രഗ്നൻസിയിലേക്ക് വരുമ്പോൾ മുമ്പേ സംസാരിച്ച പോലെ ഇപ്പോൾ അൺമാരീഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകാൻ മടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്താണ് ചെയ്യുന്നത്, ലീഗലാണോ, ഇപ്പോൾ അബോർഷൻ ചെയ്യുന്നത് ലീഗലാണോ, അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ഭയങ്കര സംശയമാണ്. അതിനെപ്പറ്റി എന്താണ് ഡോക്ടർ പറയുക? ഇന്ത്യ വളരെ മുന്നേ തന്നെ 1971 തന്നെ നമ്മളുടെ അബോർഷൻ ലോസ് ഒക്കെ പാസ്സാക്കി നമ്മൾ വളരെ ലിബറലൈസ്ഡ് ആണ്. മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അബോർഷൻ ലോസിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ലിബറലൈസ്ഡ് ആണ്. അപ്പോൾ 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിക്ക് പ്രഗ്നൻസി വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ആ കുട്ടികളുടെ മാത്രം സമ്മതം മതി. അതായത് നമ്മളുടെ ലോ വെച്ചിട്ട് നമുക്ക് ആ കുട്ടിയെ മാനസികമായോ ശാരീരികമായോ ആ പ്രഗ്നൻസി ബാധിക്കുമെങ്കിൽ ആ കുട്ടിക്കത് വേണ്ടാന്ന് വെക്കാൻ അതിന് പൂർണ്ണ അധികാരമുണ്ട്. അതിൻ്റെ പാർട്ട്ണറുടെയോ ഹസ്ബൻഡിൻ്റെയോ പേരൻസിൻ്റെയോ ഒന്നും സമ്മതം ആവശ്യമില്ല 18 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിക്ക്. 20 ആഴ്ചയ്ക്കകത്തുള്ള പ്രഗ്നൻസി ആണെങ്കിൽ ഒരു രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയനും, 20-24 ആഴ്ചയ്ക്ക് 20 മുതൽ 24 ആഴ്ചയ്ക്കകമുള്ളതാണെങ്കിൽ 2 രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയനും വേണം. 24 ആഴ്ചയിലപ്പുറം വളർന്ന ഒരു ഭ്രൂണമാണെങ്കിൽ അതിന് നമുക്ക് മെഡിക്കൽ ബോർഡ് കൂടുകയും അങ്ങനെയൊക്കെ ലീഗലി മൂവ് ചെയ്താലേ അബോർഷന് പെർമിഷൻ കിട്ടുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ, അൺപ്ലാൻഡ് പ്രഗ്നൻസി, കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ, യു ആർ വെൽ വിത്തിൻ യുവർ റൈറ്റ്സ് ടു ഡിമാൻഡ് ആൻ അബോർഷൻ. അതിന് സംശയമേ വേണ്ട. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലം ഒക്കെ നിങ്ങൾക്കായിരിക്കാം. പിന്നെ ചില ആശുപത്രികളിലെ അബോർഷൻ അവരുടെ ഹോസ്പിറ്റൽ പോളിസി ആവാം റിലീജിയസ് ഗ്രൗണ്ട്സിൽ അബോർഷൻ ചെയ്യില്ല എന്നുള്ളത്. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ അല്ലാതെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റ് നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ടതാണ്. ആ പർട്ടിക്കുലർ ഗൈനക്കോളജിസ്റ്റ് റിലീജിയസ് റീസൺ കൊണ്ട് ചെയ്യില്ല എന്നാണെങ്കിൽ എത്തിക്കലി ദേ ഷുഡ് ബി ഗൈഡിങ് യു ടു അനദർ ഡോക്ടർ ഹൂ വിൽ ഡു ഇറ്റ് ഫോർ യു. ഈ അബോർഷനിൽ എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ട് ഡോക്ടർ? കാരണം പിന്നീടുള്ള ക്യാരിങ്ങിനൊക്കെ അത് എന്തെങ്കിലും അബോർഷൻ ഈ പറഞ്ഞ പോലെ ഈ യൂട്രസിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ അബോർട്ട് ചെയ്ത് കളയാന്ന് പറയുമ്പോൾ ആദ്യം യൂട്രസിനകത്താണ് പ്രഗ്നൻസി എന്ന് ഉറപ്പാക്കണം. ട്യൂബിലൊന്നും അല്ല പ്രഗ്നൻസി എന്ന് ഉറപ്പാക്കണം. പിന്നെ അബോർഷൻ ആക്കാന്ന് പറഞ്ഞാൽ വളരെ ഏർലി ആയിട്ട് ഒരു 6-7 വീക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മരുന്ന് വെച്ച് പില്ലുകൾ കഴിക്കുകയല്ല വെജൈനലി വെക്കുന്ന പില്ലുകൾ വെച്ചിട്ട് മെഡിക്കലി അബോർഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ DNC എന്നൊക്കെ പറയുന്ന സക്ഷൻ ഇവാക്യുവേഷൻ പറഞ്ഞാൽ ഓപ്പറേഷനായിട്ട് യൂട്രസ് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്ന രീതിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഇസ് എ റിസ്ക്, ഇൻഫെക്ഷൻ ഇസ് എ റിസ്ക്. പക്ഷേ പൊതുവേ ഒരു ട്രെയിൻഡ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ വലിയ റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ അബോർഷൻ ആണെങ്കിലും ഒരു DNC ആണെങ്കിലും വലിയ റിസ്ക് ഇല്ലാതെ ഒരു ട്രെയിൻഡ് ഗൈനക്കോളജിസ്റ്റിന് അത് വലിയൊരു സർജറി അല്ല. പക്ഷേ ആസ് ഇൻ എനി പ്രൊസീജിയർ ഇൻഫെക്ഷനും ഒക്കെ റിസ്ക് ഉണ്ട്. ഇൻഫെക്ഷൻ വരാം, ബ്ലീഡിങ് വരാം, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ എപ്പോഴും വരാം. ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രഗ്നൻസിക്ക് ഇൻഫെക്ഷൻ കാരണം ആസെൻഡിങ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ യൂട്രസിനകത്ത് ഇൻഫെക്ഷൻ വന്ന് ട്യൂബിലേക്കൊക്കെ ഇൻഫെക്ഷൻ പോയാൽ അത് അടുത്ത പ്രഗ്നൻസിക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരാം. അതിനുള്ളൊരു ചാൻസസ് പക്ഷേ അതൊക്കെ വളരെ റെയറാണ്. പിന്നെ DNC പോലുള്ള പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുമ്പോൾ യൂട്രസിൻ്റെ വായ നമ്മൾ വികസിപ്പിക്കുന്നതൊക്കെ ചിലപ്പോൾ അടുത്ത പ്രഗ്നൻസിയിലെ അബോർഷന് കാരണം. ഇതൊക്കെ വളരെ റെയറായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു തവണ അബോർഷൻ ചെയ്തവണ എല്ലാ തവണയും സംഭവിക്കുന്നില്ല. ദീസ് ആർ ഓൾ റെയർ കോംപ്ലിക്കേഷൻസ്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പീരീഡ് എന്താ ഇത്ര വീക്കിനുള്ളിൽ ചെയ്യാനൊക്കെ? എപ്പോഴും ഏർലിയസ്റ്റ് ഇസ് ബെറ്റർ. നമുക്ക് ബേബിയുടെ വലുപ്പം കൂടും തോറും ബ്ലീഡിങ് കൂടും. അപ്പം നമ്മൾ മരുന്ന് വെച്ചിട്ടാണെങ്കിൽ ബ്ലീഡിങ് കൂടും, കൂടുതൽ പെയിൻഫുൾ ആകും. DNC ആണെങ്കിലും ഒക്കെ നമ്മൾ 12 ആഴ്ച കഴിഞ്ഞൊക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേനും കുഞ്ഞിൻ്റെ എല്ലും പല്ലും അങ്ങനത്തെ കാൽസിഫിക്കേഷനൊക്കെ നടന്നു കഴിയുമ്പോൾ DNC ഒക്കെ ബിക്കംസ് എ ബിറ്റ് മോർ ഡിഫിക്കൽട്ട് ബോത്ത് ഫോർ ദ പേഷ്യൻറ്റ് ആൻഡ് ഫോർ ദ ഡോക്ടർ. അപ്പം ആസ് ഏർലി ആസ് പോസിബിൾ ചെയ്യുക എന്നുള്ളതാണ്. പേടിച്ച് നിൽക്കാതെ വേഗം തന്നെ പോയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കാര്യം പറഞ്ഞ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ എപ്പോഴും പലപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോപ്പർ കോൺട്രസെപ്ഷൻ ഉപയോഗിക്കാൻ പലർക്കും മടിയാണ്. ഇടയ്ക്കിടയ്ക്ക് അബോർഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യനെ കണ്ടു, ഒരു 6 മാസത്തിനിടയിൽ 3 തവണയും കണ്ട് അബോർഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ അതിന് അബോർഷനുള്ള ഗുളികൾ കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അല്ലാതെ ഗർഭനിരോധന ഗുളികൾ എന്ന് പറയുമ്പോൾ അയ്യോ അത് ഹോർമോൺ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അത് ആ ഒരു പ്രോപ്പർ അവയർനെസ് ഇല്ലായ്മയാണ്. അവരുടെ വിചാരം ഈ അബോർഷൻ കുഴപ്പമില്ല, പക്ഷെ ഗുളികൾ കഴിക്കുന്ന അതിലുണ്ടെങ്കിൽ. പക്ഷെ തിരിച്ചാണ്, അബോർഷൻ ഇങ്ങനെ ഓരോ തവണയും ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ റിസ്കി.
പിന്നെയും ചെയ്യുമ്പോൾ യൂട്രസിൻ്റെ വോള് തിന്നാവുക, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ. പിന്നെ നമുക്ക് പ്ലസൻ്റ അക്രീറ്റ പെർക്രീറ്റ എന്നൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഒരുപാട് തവണ DNC ഒക്കെ ചെയ്യുമ്പോൾ യൂട്രസിൻ്റെ വോളിലേക്ക് അടുത്ത തവണത്തെ പ്രഗ്നൻസിയിൽ പ്ലസൻ്റ കൂടുതൽ ഒട്ടിയിരിക്കാനും ബ്ലീഡിങ്ങും കോംപ്ലിക്കേഷൻസും ഒക്കെ വരാനുള്ള റിസ്ക് ഉണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഒരു അവയർനെസ് ക്ലാസ്സുകൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ഭയങ്കര ആവശ്യമാണല്ലേ? ഓക്കെ. ഈ പ്രസവം നിർത്തുന്നതിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേനും കൂടുതലും സ്ത്രീകളാണ് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. പക്ഷെ അത് പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട്. ചിലപ്പം അതും നേരത്തെ പോലെ ഓപ്പറേഷൻ സ്ത്രീകളിലെ പ്രസവം നിർത്തൽ എന്ന് പറയുന്നത് ഒരു മേജർ സർജറിയുടെ പോലെ തന്നെയാണ്. അനസ്തീസിയയിലാണ് ചെയ്യുക. ഇപ്പോൾ ലാപ്രോസ്കോപ്പി കീ ഹോളായിട്ട് ചെയ്യുകയാണെങ്കിൽ ജനറൽ അനസ്തീസിയയിലാണ് ചെയ്യുക. നമ്മൾ വയറിനുള്ളിൽ ചെന്ന് യൂട്രസിലെ ട്യൂബുകൾ കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിസേറിയനൊക്കെ നമ്മൾ വയറ് തുറന്ന് പോകുന്ന അത്രയും ലെയറുകളിൽ കൂടി നമ്മൾ ഉള്ളിലെത്തണം. അത് അപ്പോൾ ഒരു മേജർ സർജറി പോലെ തന്നെ ആയില്ലേ. അപ്പോൾ പക്ഷേ പുരുഷന്മാരിലാണെങ്കിൽ അവരുടെ ഈ വാസക്ടമി എന്ന് പറയുന്നത് വളരെ അവരുടെ തൊലിയുടെ അടിയിലിരിക്കുന്ന സ്ക്രോട്ടൽ സ്കിന്നിന് അടിയിലിരിക്കുന്ന വളരെ സൂപ്പർഫിഷ്യലായി ഇരിക്കുന്ന ട്യൂബുകളാണ് അപ്പം നമ്മൾ കെട്ടുന്നത്. അപ്പം വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. വെറും ലോക്കൽ അനസ്തേസിയയിൽ ഈവൻ തയ്യൽ പോലും ഇല്ലാതെയാണ് അവരുടെ പ്രൊസീജിയർ ചെയ്യുക. നമ്മളുടെ നാട്ടിലെ അവയർനെസ് ഇല്ലായ്മ കൊണ്ടാണ് പുരുഷന്മാർ അതിന് മുന്നോട്ട് വരാത്തതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സ്ത്രീകളിൽ സ്റ്റെറിലൈസേഷൻ നോക്കുമ്പോൾ ആ പ്രൊസീജിയർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് സിമ്പിളാണ് പുരുഷന്മാരിലെ പ്രൊസീജിയറിന്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ അതിൻ്റെ അക്സെപ്റ്റൻസ് തീരെ കുറവാണ്. അപ്പം സ്ത്രീകൾ ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം എപ്പോഴും പുരുഷന്മാർ ചെയ്യുന്നതാണ്. ചില വളരെ ചെറിയ ചുരുക്കം ചില കപ്പിളിൽ പുരുഷന്മാർ പറയാറുണ്ട്, മേഡം അതിൽ എളുപ്പം ഞാൻ ചെയ്തേക്കാം എന്ന് പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കുറച്ച് പേർക്കെങ്കിലും അതിനെ പറ്റിയിട്ടൊരു അവയർനെസ് ഉണ്ടല്ലോ. ഡോക്ടർ, ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും അവർക്കൊരു കുഞ്ഞ് വേണമെന്ന് തോന്നുവാണെങ്കിൽ അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇപ്പോൾ ട്യൂബൽ ലൈഗേഷൻ ചെയ്ത ഒരു സ്ത്രീക്ക് പിന്നീട് ഒരു കുട്ടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ട്യൂബൽ റീകനലൈസേഷൻ എന്ന് പറഞ്ഞ സർജറിയാണ് ചെയ്യുക. അതായത് ആ ബാക്കി നിർത്തിയേക്കുന്ന ട്യൂബിൻ്റെ അറ്റം നമ്മൾ കൂട്ടിപ്പിടിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ അതിനെപ്പോഴും ട്യൂബൽ എക്ടോപിക് പ്രഗ്നൻസി, ട്യൂബിൽ പ്രഗ്നൻസി വരാനുള്ള ഒരു റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ IVF ഒക്കെ വളരെ കോമണായി എല്ലായിടത്തും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നേരത്തെ കുട്ടികളാവാൻ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു കപ്പിളാണെങ്കിൽ ഒരുപക്ഷെ ട്യൂബൽ റീകനലൈസേഷന് പോകുന്നതിനേക്കാളും ലാഭം നേരെ IVFന് പോകുന്നതാകും. കാരണം അവർക്ക് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല ഇൻഫെർട്ടിലിറ്റിക്ക്. ട്യൂബ് കിട്ടിയത് കൊണ്ട് മാത്രം അവർക്ക് കുട്ടികളാവാണ്ടിരിക്കുകയാണ്. അപ്പോൾ IVF അവരുടെ കാര്യത്തിൽ കുറച്ചും കൂടി സക്സസ് റേറ്റ് കൂടുതലാണ്. അപ്പം അതാണ് കുറച്ചും കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നാറുണ്ട്.